ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഇന്ന് നിങ്ങളൊരു വീഡിയോ എടുക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളിപ്പോൾ എന്താ പറയുക, തമ്മിലും പിന്നെ അവരുടെ ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. ഒന്നുമില്ല, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമും ഞാൻ എന്താ പറയുക ഡീആക്ടിവേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇത് ഞാൻ ഒട്ടും അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് വയ്യ, എനിക്ക് മടുത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിപ്പോൾ നിങ്ങളോടൊന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നല്ല രീതിക്ക് എന്നെ ഉറപ്പിക്കലുണ്ടായിരുന്നു, അതൊക്കെ എനിക്കറിയാം. എല്ലാവരും പിന്നെ നല്ല രീതിക്ക് ട്രോളിയിട്ടുണ്ട്, ലെയർ കയറ്റിയിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും ഞാൻ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, യൂട്യൂബിലാണെങ്കിലും ശരി, ആരെന്ത് പറഞ്ഞോക്കെ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് വയ്യ, എനിക്ക് മടുത്ത്, ഇനി പറ്റില്ല. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിന്യൂ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഇപ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റുന്ന പണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കുന്നത് പിന്നെ നിർത്താതെ ഇങ്ങനെ വെറുതെ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ വെറുതെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് പ്രത്യേകിച്ച് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഒരു വീഡിയോ ആയിട്ട് ജസ്റ്റ് എല്ലാവരും പറയാം നിർത്തുക എന്നുള്ളത്. കാര്യമായിട്ട് ആരും കാണുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ എത്ര 525 തോന്നുന്നു സബ്സ്ക്രൈബേഴ്സ്, 523 എത്രയാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് തന്നെ 500-ൽ ഒരു 10 ആൾ തന്നെ കാണുന്നുണ്ടോ എന്ന സംശയം. 10 ആളൊന്നും കാണുന്നുണ്ട്, വ്യൂസ് ഒരു മുമ്പൊക്കെ പോകാറുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തൽക്കാലത്തിന് നല്ല ഞാനിപ്പോൾ യൂട്യൂബ് കളയാൻ പോവാണ്, ഇൻസ്റ്റാഗ്രാം കളയാൻ പോവാണ്. എനിക്ക് വയ്യ. അപ്പോൾ ഇത് കളയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കളയാന്ന് 10 വട്ടം പറഞ്ഞു തരാണ്ട് അതിന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ കാരണം കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ എന്താ പറയുക, ഞാൻ യൂട്യൂബ് ചാനൽ നിർത്താനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ചിലവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വെറും ആക്ടിങ്. ഞാൻ സംഭവം പ്രായങ്കാരാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ യൂട്യൂബ് നിർത്തിയില്ലെങ്കിൽ എന്ത്, ഇൻസ്റ്റാഗ്രാം നിർത്തിയില്ലെങ്കിൽ എന്ത്, ഞാൻ പോയാൽ വേറെ ആരെങ്കിലും വരും. പിന്നെ ബേസിക്കലി അതിന് മാത്രം ഫാൻ ബേസേ ഇല്ലാത്ത ആളാണല്ലോ ഞാൻ എൻ്റെ കോമാളിത്തരത്തിന് എൻ്റെ സമാധാനത്തിന് ഞാൻ ഓരോന്ന് കാണിക്കുന്നില്ലാണ്ട് എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഞാൻ ബാക്കിയുള്ളവരെന്താ പറയുന്നതെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നതെന്നും നോക്കാത്ത ഒരാളാണെന്ന് എന്നെ അറിയുന്നവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ എന്താ പറയുക യൂട്യൂബ് ചാനൽ കളയാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം കളയാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ വീഡിയോസ് ഇനിയും വരും, ഞാൻ ഇനിയും വെപ്പിക്കും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ടെങ്കിലും വ്യൂസ് കയറുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. മിക്കവാറും ഒന്നും ചീറ്റിപ്പോകുന്നു, മിക്കവാറും 100 വ്യൂസ് അല്ലെങ്കിൽ 10 വ്യൂസിലൊക്കെ നിൽക്കും, എനിക്കറിയാം. അപ്പം എന്തായാലും വീഡിയോ ഇത്ര വരെ കണ്ട എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞു. അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയുക. അപ്പോൾ എന്നാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഷാരൂഖാണ് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, അതൊന്ന് ഫോളോ ചെയ്തിരിക്കുക. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ഞാൻ എന്തിനാ വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ചാനലിൻ്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടു. അപ്പം ഞാനത് ജസ്റ്റ് നമുക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ നമുക്ക് ലൈറ്റ്, പിന്നെ എൻ്റെ പൈപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ സൗണ്ടൊക്കെ സഹിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം അത് മാത്രമായി കഴിഞ്ഞാൽ അതിലൊരു ഗുമ്മില്ലല്ലോ. ഗുമ്മുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ്, ഇൻസ്റ്റാഗ്രാം നിർത്തുകയെന്നൊക്കെ പറഞ്ഞത്. എന്നെ അറിയുന്ന എൻ്റെ ഫ്രണ്ട്സിനറിയാം, എന്നെ എന്ത് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്ത് എയർ കയറ്റിയിട്ടും അല്ലെങ്കിൽ എന്തോ നിങ്ങൾ പറഞ്ഞു പറ്റിയ ഒരു കുഴപ്പമില്ല. ഞാൻ എന്താ പറയുക
യൂട്യൂബ് ഒക്കെ ചെയ്യും. കാരണം അവർ കുറേ വട്ടം ട്രൈ ചെയ്ത് നോക്കിയതാണെന്നൊന്നും എന്താ പറയുക ഏറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒന്നും നിർത്തി പോകില്ല. അതും എൻ്റെ ഒരു ലോകമാണ്. അപ്പോൾ എനിക്ക് ഹാപ്പി ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഹാപ്പി ആവണമെങ്കിൽ എന്നല്ല, ഞാൻ ഓണായിരിക്കുന്ന ടൈമിലാണ് ഞാൻ റീൽസ് ഒക്കെ എടുക്കുക. അപ്പോൾ റീൽസ് ആണെങ്കിലും ശരി, യൂട്യൂബ് ആണെങ്കിലും ശരി, ഇതൊന്നും ഇല്ലാണ്ട് എനിക്കൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ കഷ്ടിച്ചാണ് ഞാൻ 500 സബ്സ്ക്രൈബേഴ്സിൽ എത്തിച്ചത്. അതിന് കുറേ ആൾക്കാരുടെ കാല് പിടിച്ചു, കുറേ പേരോട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ മുഴുവൻ കാണുന്നില്ല, മുഴുവൻ എല്ലാവരും കാണാറില്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പം 500 ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നടക്കൂല. അതിലിപ്പോൾ ഒരു 10 ആൾ കാണുന്നുണ്ടെങ്കിൽ 10 ആളിൽ 5 ആൾക്കാരെ ഫുള്ള് കാണുന്നുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടി എന്തെങ്കിലുമൊക്കെ 1 മില്യൺ അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സെലിബ്രിറ്റി ആയാലോ, പറയാൻ പറ്റൂലല്ലോ, അഥവാ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. പിന്നെ യൂട്യൂബ് തുടങ്ങാൻ വേറൊരു കാരണമുണ്ട്. അതായത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റഗ്രാം തുടങ്ങി, അതിൽ ആവശ്യത്തിന് ഞാൻ എയർ കയറുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ യൂട്യൂബായിട്ട് കുറയ്ക്കേണ്ടല്ലോ വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് യൂട്യൂബിൽ ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് ആയിരുന്നില്ലായിരുന്നു. അതായത് ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുള്ളൂ. പിന്നെ ഇപ്പോഴാണ് ഞാൻ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും എക്സാം ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൺസിസ്റ്റൻസി അവിടെ പോയി. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ഇടൂല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് എൻ്റെ ചാനൽ റീച്ച് ആവാത്തതെന്ന് എനിക്കറിയാം. അറിയാഞ്ഞിട്ടല്ല, ചെയ്യാഞ്ഞിട്ടാ. അപ്പോൾ ഇനിയെങ്കിലും ചാനൽ നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും വീഡിയോന് എന്താ പറയുക, നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് വീഡിയോ കാണുക. ഇഷ്ടമായില്ലെങ്കിലും അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഇനി എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനെ കൊണ്ടും ഫാമിലിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഷാരു 123. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഐക്യം, ഷാരു 123 എന്നുള്ള ആ ഒരു സാധനം എനിക്ക് തന്നെ വന്നു പോകും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ 123 ഒന്ന് മാറ്റി പിടിക്കും. അപ്പോൾ വെറും ഷാരു. അപ്പോഴും അത് അതിനൊരു ഇതില്ലല്ലോ. വെറുതെ നമ്മളിപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഇടയ്ക്ക് അമ്മേന്റെ ഫോണിൽ കൊടുത്ത് ഷാരു എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ വേറെ ഇങ്ങോട്ടൊക്കെ പോകും. അല്ലാണ്ട് എന്റെ ചാനൽ കിട്ടാറില്ല. പുറമെ എന്റെ അമ്മേന്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച കുറച്ച് വലിയ പേരാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പേര് മാറ്റി ടെയിൽസ് ഓഫ് ഷാരു ആക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പേര് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എന്തിടും അങ്ങനെ കുറേ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു പേരാണ് ടെയിൽസ് ഓഫ് ഷാരു. മറ്റത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കുറേ ഉള്ള യൂട്യൂബ് ചാനൽസ് ആലോചിച്ചു. പക്ഷെ അതിൽ നമ്മൾ അവരുടെ പേര് ഇപ്പോൾ ഹാപ്പി വൈബ്സ് ബൈ തുളസി, സിംപ്ലി ഹോം ബൈ ഗീറ്റ്സ്, ഇതിലിപ്പോൾ അവരുടെ പേര് മാറ്റി ഇന്റെ പേരിട്ട് ഞാൻ അതൊരുമാതിരി കോപ്പി ചെയ്യണ പോലെ വരും. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചാണ് എനിക്ക് ടെയിൽസ് ഓഫ് ഷാരു കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൻ്റെ പുതിയ പേര് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എനിക്കിഷ്ടമായി. അപ്പോൾ വേറൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്ത് വന്നാലും ഷാരു യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഡിലീറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചുരുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.